നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ടീമിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എൻ്റെ ഈ കുരുക്കെന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളൂ. പക്ഷേ പ്രിവ്യൂവിന് പോയിട്ടില്ല. അപ്പോൾ ഞാനും ഇപ്പോഴാണ് പടം പൂർണ്ണമായിട്ട് കാണുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പടം ആയതുകൊണ്ട് തന്നെ ഇത് പടം കണ്ടിറങ്ങുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഈ പടം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം കുഞ്ഞു പടമാണല്ലോ. പക്ഷേ നല്ല കഥയാണ്, നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുരുക്കെന്നാണ് പടത്തിൻ്റെ പേര്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും ബോറടിക്കാതെ കാണാൻ പറ്റും എന്നുള്ളൊരു 100% ഉറപ്പ് കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ട് ഇങ്ങനെ കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും കാണണം. പുതിയ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ നന്നായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല മൂവിയാണ്, എനിക്കിഷ്ടമായി. ത്രില്ലറാണ്, സസ്പെൻസ് ത്രില്ലറാണ്. കുരുക്ക് പേര് പോലെ തന്നെ അതുപോലത്തെ ഒരു മൂവിയാണ്. അതന്നെ ആ കുരുക്ക് പേര് അതുപോലെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഒരു സീക്രറ്റ് എന്ന് പറയില്ല. ത്രില്ലറാണ്. എല്ലാം നന്നായിരുന്നു. നമുക്ക് കണ്ടിരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെന്ന് പറയത്തില്ല. കാര്യം ഞാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. ഡയറക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാര്യം ആൾ വളരെ കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ ബുക്ക് നല്ല ത്രില്ലിംഗ് ആണ്, കുറച്ച് ത്രില്ലിംഗ് ആണ്. കുഴപ്പമില്ല. സൂപ്പർ ഫിലിം. അതിൽ ഒരു കോമിക്കുണ്ട്. നല്ല സിനിമ. പുതിയ ഡയറക്ടറാണ്. കുഴപ്പമില്ല. ആൾക്കാർ എഴുതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ആക്ടേഴ്സും ഭംഗിയായി ചെയ്യുന്ന കാര്യങ്ങൾ. സൂപ്പർ ഫിലിം. പുതുമുഖ താരങ്ങൾ ഒരു പുതുമുഖം അറിയിക്കുന്നില്ല. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ അതിലത്തെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പോലെയാണ്. എല്ലാവരും മ്യൂസിക് ആൻഡ് ദീക്ഷയുടെ പുസ്തകങ്ങളും മകനും കൂടെയാണ് ചേട്ടൻ്റെ മകൻ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് സസ്പെൻസ് ആണല്ലോ. നന്നായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. വളരെ പ്രതീക്ഷയുള്ള എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിലാണ് ചെയ്തത്. എല്ലാവരും പടം പോയി കാണണം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ടും ചെയ്തേക്കുന്നത് ഞാനാണ്. താങ്ക് യു സോ മച്ച്. ബാക്കി റിവ്യൂസ് ആൾക്കാർ പറയുന്നതായിരിക്കും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് നിങ്ങൾ കാണണമെന്നാണ്. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതൊരു നല്ല വിജയമാക്കി എനിക്കെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ അകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ജാസ് ചേട്ടൻ പാടിയ പാട്ട് റാപ്പ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. ശ്രീവസന്തമെന്നാണ് പേര്. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരും സിനിമ വന്ന് കാണണം. താങ്ക് യു. ഇതെല്ലാം പടമാണ്. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് എന്താണ് ഇതിലെ സംഭവം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടുപോകണം. എല്ലാവരെയും അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന് പുതിയ ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു പടമാണ്. സോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം. താങ്ക് യു. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റാണ്, ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റ് ബേസ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ അങ്ങനെ ആരും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി എൻഡ് ക്ലൈമാക്സ് ഒക്കെയാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. നല്ലൊരു ത്രില്ലറാണ്. മാക്സിമം എല്ലാവരും വന്ന് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആക്ച്വലി സീരിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ആണ്. അതിന് ക്യാരക്ടറോട് തന്നെയാണ്. അത്യാവശ്യം എനിക്ക് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ അനുഭവമാണ്. പക്ഷേ അല്ലാണ്ടൊരു മൂവി എന്നുള്ള രീതിയിൽ ക്രൈം ത്രില്ലർ മൂവി എന്നുള്ളതാണെങ്കിൽ ഭയങ്കര ഒരു വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭയങ്കര ട്വിസ്റ്റാണ്. ട്വിസ്റ്റുകളോടെ ഒരു നീണ്ട നിരയാണ് ഈ മൂവിയിൽ. അപ്പോൾ കുരുക്ക് എന്ന് പറഞ്ഞ മൂവി മസ്റ്റായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നല്ല സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണണം.
മൂവിയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച നിൽക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ത്രില്ലുള്ള ഒരു കഴിക്കാൻ നിങ്ങൾ വന്ന് ഒരുപാട് പാടുപെടുന്നൊരു മൂവിയായിരിക്കും. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, അഭിപ്രായം അറിയിക്കാം. താങ്ക് യു. ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ സ്റ്റാർ വാല്യൂ വലിയ രീതിയിലില്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾ തന്നെ ഇത്രയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർ വാല്യൂള്ള മൂവീസൊക്കെ ഈ അടുത്ത കാലത്ത് സ്റ്റാർ മൂവീസുള്ള കുറേ മൂവീസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ വലിയ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ലെവലിലോട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല മൂവിയാണ്. ആർട്ടിസ്റ്റുകളൊക്കെ നല്ല പെർഫോമൻസാണ്. ഒരു ലാഗിങ്ങും ഇല്ല. നല്ല മൂവിയാണ്. എല്ലാ നമ്മളെ കേരളത്തിലുള്ള എല്ലാവരും ഇത് കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് എന്താണ് സംസാരിക്കുന്നത്? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണത്. പക്ഷേ കണ്ടന്റ് തന്നെയാണ് ഇതിൻ്റെ കിങ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രീ റിലീസ് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓഡിയൻസിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ ജോണറുകൾക്ക് ഇവിടെ നല്ല ഓഡിയൻസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചവരെയൊക്കെ? എങ്ങനെയാണ് കണ്ടപ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഉള്ള സോറി, മനസ്സിലായില്ല. സ്വന്തമായിട്ട് അഭിനയിച്ചത്? മാസ്ക് ഒന്ന് മാറ്റി സംസാരിക്കും. അല്ല, അഭിനയിച്ചില്ലേ? അത് അഭിനയിച്ചത് എങ്ങനെയുണ്ട്? അഭിനയിച്ച് വളരെ കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ് എല്ലാവരും ഓൾട്ടും. കാരണം നമ്മളെല്ലാവരും താരതമ്യേന പുതിയ ആളുകളാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത 3-4 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ ജെല്ലായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ? ആ സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു വളരെ നല്ലൊരു ത്രില്ലർ 2 hours വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ വളരെ ഇതായിട്ട് കാണാൻ പറ്റുന്നൊരു ത്രില്ലറാണ്. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ വന്ന ത്രില്ലേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനും ഇതിനകത്തൊരു ACP ആയിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാറ്റിസ്ഫൈഡ്. ആക്ച്വലി നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇൻ്റർവെൽ ടൈമിൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ 1-2 പേര് ഇൻ്റർവെല്ലിൽ പഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നൊരു ഫീഡ്ബാക്ക് തിയേറ്ററിൽ നിന്ന് ത്രില്ലടിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അതിനകത്ത് ആകെ ഒരു കുറവ് നമുക്ക് തോന്നുന്നത്, സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് തീരുമാനം എടുക്കുന്നതിന് ഒരു കുറവ് തോന്നുന്നത് ഒരു പക്ഷേ താരങ്ങളില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലറാണ്. ഹൈലി എൻഗേജിങ് ആണ് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. അപ്പോൾ പ്രേക്ഷകർ മാക്സിമം ഇത് കാണട്ടെ, സിനിമ വിജയിക്കട്ടെ. താങ്ക് യു. കാണുക, നിങ്ങൾ ഡെഫിനറ്റ്ലി കാണുക. താങ്ക് യു. എല്ലാവരും ഒന്ന് കാണണം. അത് ത്രില്ലിംഗ് സിനിമയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഔട്ട്കമാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്തായാലും എൻ്റർടൈൻമെൻ്റ് ആണ് പടം. കാര്യം നിങ്ങൾക്ക് ആ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആവത്തില്ല. പ്രയോജനം ഉണ്ടോ ഇവിടെ കണ്ടപ്പോൾ? അല്ല, നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണുക. നല്ല പടം.